ഇന്ത്യയുടെ ആകാശം നിരീക്ഷിക്കാൻ അദൃശ്യനായ ഒരു കാവൽക്കാരൻ വരുന്നു. ഇതൊരു ഉപഗ്രഹമല്ല, എന്നാൽ സാറ്റലൈറ്റുകളെ പോലെ തന്നെ ഇവ ആകാശത്ത് പറന്നു നിൽക്കും. ഇതൊരു വിമാനമാണോ? എന്നാൽ അതുമല്ല. ശത്രുരാജ്യങ്ങളുടെ ഒളിപ്പോരുകൾക്കും കടന്നുകയറ്റങ്ങൾക്കും അറുതി വരുത്താൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ആവിഷ്കരിച്ചിരിക്കുന്ന പുത്തൻ തന്ത്രം. ചൈനയ്ക്കും പാകിസ്ഥാൻ ഒരുപോലെ തലവേദനയാകുന്ന HAPS അഥവാ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് ഇന്ത്യ സ്വന്തമാക്കുന്നു. എന്താണ് ഈ സ്യൂഡോ സാറ്റലൈറ്റ്? ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ അതിർത്തി നിരീക്ഷണത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു വിമാനത്തിന്റെയും ഉപഗ്രഹത്തിന്റെയും ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് സ്യൂഡോ സാറ്റലൈറ്റ്. ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തിൽ, അതായത് സാധാരണ വിമാനങ്ങൾ പറക്കുന്നതിനും ഇരട്ടി ഉയരത്തിൽ മാസങ്ങളോളം തുടർച്ചയായി പറന്നു നിൽക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇവയെ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാനും ആവശ്യമെങ്കിൽ താഴെ ഇറക്കി അറ്റകുറ്റപ്പണികൾ നടത്താനും വീണ്ടും വിക്ഷേപിക്കാനും സാധിക്കും. ഇത് സാധാരണ സാറ്റലൈറ്റുകൾക്ക് അസാധ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് അന്തർവാഹിനികളുടെയും കപ്പലുകളുടെയും നീക്കം തത്സമയം നിരീക്ഷിക്കാൻ ഇവയ്ക്ക് സാധിക്കും. സാറ്റലൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ വ്യക്തതയുള്ളതും ലാഗില്ലാത്തതുമായ വിവരങ്ങൾ ഇതുവഴി ലഭിക്കും. കപ്പലുകളിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാവുന്ന പതിപ്പുകൾ വരുന്നതോടെ സമുദ്രത്തിന്റെ ഏതു കോണിലും ഇന്ത്യയുടെ കണ്ണുകൾ എത്തും. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കും. സൂര്യപ്രകാശമാണ് ഇതിന്റെ ഇന്ധനം എന്നതാണ് മറ്റൊരു സവിശേഷത. അതായത് മാസങ്ങളോളം തറയിലിറങ്ങാതെ ആകാശത്ത് ഒരു സ്ഥിരം കാവൽക്കാരനായി ഇരിക്കാൻ ഇതിന് സാധിക്കും. സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പാനലുകളാണ് ഇതിന്റെ ചിറകുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യുകയും രാത്രി ആ ഊർജം ഉപയോഗിച്ച് പറക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേകത കാരണമാണ് മാസങ്ങളോളം ഇവയ്ക്ക് ആകാശത്ത് തുടരാൻ സാധിക്കുന്നത്. വായുസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഈ സിസ്റ്റം വാങ്ങാൻ തയ്യാറാവുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം. കരയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാവുന്ന പതിപ്പും കപ്പലിൽ നിന്ന് പ്രവർത്തിപ്പിക്കാവുന്ന പതിപ്പും ഇന്ത്യ സ്വന്തമാക്കുന്നുണ്ട്. നാവികസേനയ്ക്ക് ഇത് വലിയൊരു കരുത്താണ്. സമുദ്രമധ്യത്തിൽ മാസങ്ങളോളം കപ്പലുകളെ നിരീക്ഷിക്കാനും ശത്രു അന്തർവാഹിനികളുടെ നീക്കം കണ്ടെത്താനും കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന HAPS-ന് കഴിയും. ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന കടന്നുകയറ്റത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാകും. സാറ്റലൈറ്റ് നിരീക്ഷണത്തിന്റെ പരിമിതികൾ മറികടക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ കോടിക്കണക്കിന് രൂപ വേണം. എന്നാൽ HAPS അതിന്റെ ഒരു ചെറിയ ശതമാനം ചിലവിൽ നിർമ്മിക്കാം. സാറ്റലൈറ്റുകൾ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും. ഒരു പ്രത്യേക ഭാഗം നിരീക്ഷിക്കാൻ അവ വീണ്ടും അവിടെ എത്തണം. എന്നാൽ HAPS ഒരു നിശ്ചിത സ്ഥലത്തിന് മുകളിൽ മാസങ്ങളോളം നിൽക്കും. ഉപഗ്രഹങ്ങളെക്കാൾ ഭൂമിക്ക് അടുത്തായതിനാൽ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ നൽകാൻ ഇതിന് സാധിക്കും. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള വലിയൊരു താക്കീതാണ്. ലഡാക്ക് പോലുള്ള തണുപ്പേറിയ മലനിരകളിലോ കടലിന്റെ ആഴങ്ങളിലോ ശത്രുക്കൾ നടത്തുന്ന ഒളിപ്പോരുകൾ ഇനി നടപ്പില്ല. ഇന്ത്യയുടെ പെർസിസ്റ്റന്റ് സർവെയിലൻസ് സ്ട്രാറ്റജി അഥവാ നിരന്തര നിരീക്ഷണ പദ്ധതിയുടെ നട്ടെല്ലായി HAPS മാറും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും ചേർന്ന് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ആത്മനിർഭരമാകുന്ന മറ്റൊരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷിയാവുന്നത്. വിദേശങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഡ്രോണുകൾക്ക് പലപ്പോഴും ആ രാജ്യങ്ങളുടെ സെർവറുകളുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പുത്തൻ സംവിധാനം പൂർണ്ണമായും തദ്ദേശീയമായ സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിർത്തിയിലെ അതീവ രഹസ്യമായ വിവരങ്ങൾ ചോരില്ല എന്ന ഉറച്ച വിശ്വാസം ഇന്ത്യക്കുണ്ട്. പലപ്പോഴും അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും നിരീക്ഷിക്കുന്ന ഡ്രോണുകൾക്കായി നമ്മൾ കാത്തിരുന്നെങ്കിൽ ഇനി ലോകം ഇന്ത്യയുടെ ആകാശ കണ്ണുകളെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. മിസൈലുകളുടെയും ലേസർ ആയുധങ്ങളുടെയും കാലത്ത് വിവരശേഖരണമാണ് ഏറ്റവും വലിയ ആയുധം. HAPS വരുന്നതോടെ ഇന്ത്യയുടെ കണ്ണുകൾ ആകാശത്ത് സദാസമയവും തുറന്നിരിക്കും.